എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഷിഫയാണെങ്കിൽ ഷെന്നിന്റെ ഓഫീസിൽ വന്നിട്ട് മിനിഹയുമായിട്ട് നിങ്ങളൊരു പ്രൊജക്ട് ഏറ്റെടുത്ത് നടത്തുന്നില്ലായിരുന്നോ, അത് ഇനി മുതൽ ഞാനാ നോക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും ഷെന്നും ഓ അങ്ങനെയാണോ, എന്നാൽ പിന്നെ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നടന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്നെ കാറിനെ പറ്റി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് കാറിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയില്ലെന്ന് പറയുമ്പോൾ ഷിഫയാണെങ്കിൽ കാറ് കണ്ടത് ഒരുമാതിരി നിൽക്കുക. കാരണം ഹീറോയിൻ ഈ കാറിലിരിക്കുമ്പോഴാണല്ലോ ഫോട്ടോ എടുത്ത് പബ്ലിഷ് ആക്കി ഇത്ര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇവനാണെങ്കിൽ ഒരുമാതിരി നിൽക്കുക. എനിക്കുണ്ടല്ലോ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഇടപെടുന്നവർ എനിക്ക് തീരെ ഇഷ്ടമില്ലെന്ന് പറയുമ്പോഴത്തേക്കിനും ഷിഫയാണെങ്കിൽ പേടിച്ചിട്ട് സോറി സാർ സോറി, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് പറയുമ്പോൾ നിന്റെ തെറ്റ് നിനക്ക് മനസ്സിലായില്ലേ, അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെന്ന് നോക്കുമ്പോൾ ഓക്കെ സാർ, സാർ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ചെയ്തോളെന്ന് പറയാ. ഇപ്പൊ ഹീറോയിൻ ആണെങ്കിൽ ഒരു മെയിൽ വരുവാണേ, ഇവ സോറി ലെറ്റർ എഴുതിയിട്ടേക്കുന്നതായിരിക്കും. കണ്ടില്ലേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നല്ലോ എന്ന് ഗവൺമെന്റ് അടുത്തും പറയുന്നുണ്ട്. അവള് നേരെ വീട്ടിൽ വന്നത് ഭയങ്കര സന്തോഷത്തിലാ. ഹീറോ വന്നിട്ട് ഈ കാര്യത്തിൽ നിനക്ക് ആരോടെങ്കിലും താങ്ക്സ് പറയേണ്ടെന്ന് വെക്കുമ്പോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഗൗമിയോട് പറയേണ്ടതെന്ന് പറയുക. വേറെ ആരോടും ഇല്ലെന്ന് വെക്കുമ്പോൾ എന്റെ ഓഫീസിലുള്ള ബാക്കി എല്ലാവരും താങ്ക്സ് പറയേണ്ടതെന്ന് പറയുമ്പോൾ വേറെ ആരുമില്ല, ഇനി ആരെങ്കിലും നിൽക്കുമ്പോൾ വേറെ ആര്, അങ്ങനെ ആരോടും എനിക്ക് താങ്ക്സ് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കിനും ഷെന്നാണെങ്കിൽ എന്റെ പൊന്നോ നിന്നെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പോയ എന്നെ വേണം പറയാൻ വേണ്ടിയിട്ട് ഞാനാണ് കഷ്ടപ്പെട്ട് അവൻ്റെ അടുത്ത് സോറി ലെറ്റർ ഒക്കെ എഴുതി അയക്കാൻ പറഞ്ഞേ. ഇപ്പൊ എനിക്കൊരു വിലയില്ലെന്ന് വെക്കുമ്പോഴത്തേക്കിനും ഓ നീയാണോ അങ്ങനെയൊക്കെ പറഞ്ഞേ, ഇപ്പൊ അവൻ കൺഫേം ആക്കി കാണുമല്ലോ നമ്മൾ തമ്മിൽ എന്തെങ്കിലും റിലേഷനിലാന്ന് എന്ന് പറയുമ്പോഴത്തേക്കിനും അവൻ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ വിചാരിക്കട്ടെ, ഇനിയെങ്കിലും നമ്മുടെ കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കിനും എന്നാലും അവൻ മറ്റുള്ളവരോടൊക്കെ പോയി പറഞ്ഞത് വലിയ പ്രശ്നമാവില്ലെന്ന് പറയുമ്പോഴത്തേക്കിനും എന്റെ കാര്യം മറ്റുള്ളവരോട് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ജീവനോടെ ഉണ്ടാവുമോ, അവൻ അതിന് അതറിയാം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവർ രണ്ടുപേരും അടി കൂടാതെ വെച്ചിട്ട് ക്യുവാനാണെങ്കിൽ വീണ്ടും തുടങ്ങി രണ്ടുപേരും നോക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല മോനെ എന്ന് പറയുക. എന്നാൽ പിന്നെ രണ്ടുപേരും എനിക്കിപ്പോൾ കഥ പറഞ്ഞു തന്നേന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോയിൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാമല്ലോ എന്ന് പറയുക. ഷെന്നാണെങ്കിൽ അച്ഛനായി ഞാനില്ല മോനെ, ഞാൻ ഇനി പറഞ്ഞുതരാന്ന് പറയുമ്പോഴത്തേക്കിനും രണ്ടടി കൂടുന്ന കണ്ടതും എന്റെ ദൈവ കഥ പറയാന്നുള്ള പേരിൽ രണ്ടും കൂടെ അടിച്ച് ചാവണ്ട, എന്നെ എടുത്തോണ്ട് വാ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് എനിക്ക് കഥ പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ബെഡിൽ ഇങ്ങനെ തുള്ളി കളിച്ചോണ്ടിരിക്കോ. വാ അച്ഛമ്മ എൻ്റെ അടുത്ത് വന്നിരുന്ന് കഥ പറയാന്ന് പറയുമ്പോൾ ഷെന്നിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ കുഞ്ഞ് ആവശ്യപ്പെടുന്നല്ലേ, അതുകൊണ്ടാണെങ്കിൽ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കിനും ക്യുവൻ ആണെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെയാണ് കഥ പറയേണ്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അതെ ഇവനൊന്നും അറിയത്തില്ല, ഞാൻ പറഞ്ഞത് ഇമോഷൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഇമോഷണലി പറയാൻ നോക്കുന്നുണ്ടെങ്കിലും അവക്കും പറയാൻ പറ്റുന്നില്ല. ഓ ഇതായിരിക്കല്ലോ നിന്റെ ഇമോഷണൽ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ആണെങ്കിൽ ഞാൻ വായിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിക്കൊണ്ടിരിക്കോ. കുറച്ചേരം ക്യുവാൻ നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും ഒന്ന് നിർത്താവോ, പയ്യെ എനിക്ക് സാവധാനം പറഞ്ഞു തന്നാൽ മതി പറഞ്ഞിട്ട് അമ്മയുടെ അച്ഛൻ്റെ കയ്യും പിടിച്ചിട്ട് കഥ പറഞ്ഞു തരാൻ പറയുക. നമ്മുടെ ഹീറോ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുത്തതും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും കൊച്ചും കടന്ന് ഉറങ്ങുക കേട്ടോ. എന്നാൽ പോകാന്ന് പറഞ്ഞ് എണീക്കെന്ന് വെച്ചാൽ രണ്ടുപേരുടെ കൈയാണെങ്കിൽ ഇറുക്കി പിടിച്ചേക്കുക. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാന്ന് വിചാരിക്കുമ്പോൾ ഷെന്നാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, നിനക്ക് എപ്പോഴെങ്കിലും ക്യുവാനോ ഉപേക്ഷിച്ചിട്ട് പോകാൻ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു അമ്മയായിരിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല, അഥവാ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതവരുടെ സിറ്റുവേഷൻ കാരണമായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഷെന്നിനാണെങ്കിൽ അമ്മയും അച്ഛനൊന്നുമില്ല, അവൻ അനാഥാലയത്തിലായിരിക്കും വളർന്നത്. ഇന്നലെ നൈറ്റ് ക്യുവാനും ഇവരൊക്കെ ഒരുമിച്ചായിരുന്നു കടന്നതെങ്കിൽ രാവിലെ ക്യുവാനാണെങ്കിൽ ഏതോ ഒരു ദിശയിലാണ് കടിക്കുന്നത്. ഇവർ രണ്ടുപേരാണ് അടുത്തടുത്ത് കിടക്കുന്നത് കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് നമ്മുടെ ഹീറോയിൻ എണീക്കുന്നുണ്ട്, ഇങ്ങനെ ക്ലോസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ദൈവം ഇതെന്താന്ന് പറഞ്ഞിട്ട് അവിടെ മിണ്ടാതെ അങ്ങ് ഉറങ്ങുന്ന പോലെ അഭിനയിക്കുക കേട്ടോ. ഷെന്നും കുറച്ച് എണീക്കുമ്പോഴത്തേക്കിനും അയ്യോ ഞങ്ങൾ ഇത്ര അടുത്താണ് കടന്നതെന്ന് പറഞ്ഞിട്ട് എണീക്കാൻ നിൽക്കുമ്പോൾ ക്യുവാനാണെങ്കിൽ അച്ഛൻ നിങ്ങൾ എന്തിനാ മാറുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കിനും മോനൊന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് പയ്യെ കൈയെടുത്ത് അവൻ ആശ്വാസത്തോടെ ഇരിക്കുമ്പോഴത്തേക്കിനും ക്യുവാനാണെങ്കിൽ ഓൾറെഡി അമ്മ എണീച്ചല്ലോ, അങ്ങ് വിളിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എണീച്ചിരിപ്പാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അതെ അമ്മ എണീക്കുന്നു പറഞ്ഞിട്ട് അവളെ പിടിച്ചത് കുലുക്കും കേട്ടോ. എൻ്റെ മോൻ തന്നെ എന്നെ കാണിച്ച് കൊടുത്തേ അടങ്ങുള്ളൂ പറഞ്ഞിട്ട് അവനൊന്നും അറിയാത്ത പോലെ എണീക്കും കേട്ടോ. അപ്പൊ ക്യുവാനാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇന്നലെ നൈറ്റിന്റെ കൂടെ ഇങ്ങനെ കടന്നില്ലേ, അതുകൊണ്ട് എന്നും കിടക്കുവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുക. കറക്റ്റ് ടൈമിൽ ഒരു കോളിംഗ് ബെല്ല് അടിച്ചോണ്ട് ഷെന്നാണെങ്കിൽ ഞാൻ പോയി നോക്കിക്കോളാം എന്നിട്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കാട്ടോ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതേപോലെ ക്യുവാൻ്റെ അടുത്ത് ഇങ്ങനത്തെ കഷ്ടമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആരോട് ചോദിക്കാൻ പാടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തുമ്പോഴത്തേക്കിനും പുറത്തുനിന്നാണെങ്കിൽ ഒരു സൗണ്ട് കേൾക്കുക, ഈ രാവിലെ നീ എന്താണ് ഇവിടെ ചെയ്തെന്ന് പറഞ്ഞുണ്ട്. ഇനി ആണെങ്കിൽ ഓടി പോവാട്ടോ എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഗുവയായിരിക്കും വന്നേക്കുന്നേ. എന്നിട്ട് ഇവനെ പിടിച്ചിരുത്തിയിട്ട് ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടെ ഷെന്നിനാണെങ്കിൽ സമാധാനം ഇല്ല, അവരെന്താ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിനെ പിടിച്ചിരുത്തിയിട്ട് നിന്റെ അമ്മ എന്താ അവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്, നീ പോയിട്ട് വേഗം പറ, കിൻഡർ ഗാർഡനിൽ പോകാൻ ടൈം ആയില്ലേ, നിനക്ക് ഡ്രസ്സൊക്കെ ഇടണ്ടേ, നിന്റെ അമ്മനെ വിളിച്ചിട്ട് വാന്ന് പറയുമ്പോഴത്തേക്കിനും
അതിനിപ്പോ എന്തിനാ, ഡ്രസ്സൊക്കെ എനിക്ക് തന്നെ മാറ്റാൻ അറിയാം. അതുപോലെ അച്ഛ, അവര് രണ്ടുപേരും സംസാരിക്കുന്ന എന്താന്ന് അറിയാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ലല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആടെ ഒരു സമാധാനം ഇല്ല, നീ ഒന്ന് പോയി നോക്കുമെന്ന് ചോദിക്കുമ്പോ പിന്നെ എനിക്കതല്ലേ പണി, ഞാനൊന്നും നോക്കത്തില്ല എന്ന് പറയുക. ഹീറോയിൻ ആണെങ്കിൽ ഗുവയുടെ അടുത്ത് അവളുടെ ലൈഫിൽ നടന്നിട്ടുള്ളതും പിന്നെ ഇപ്പൊ ഷെൻ ആരാന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് ഇതൊന്നും മറ്റുള്ളവരോട് പറയാൻ പാടില്ലെന്ന് പറയുമ്പോ ഗുഹയും ഓക്കെ ഞാൻ ആരോടും പറയത്തില്ല, ഇത് എന്റെ ഉള്ളിൽ തന്നെ വെച്ചോളാന്ന് പറയുക. സംസാരിച്ച് ഇങ്ങനെ ഷെന്നിന്റെ അടുത്ത് വന്നത് 27 മിനിറ്റും 16 സെക്കൻഡ് നീ അവനോട് സംസാരിച്ചോണ്ടിരുന്നു. അതിന് മാത്രം സംസാരിക്കാൻ അവൻ ആരാ, എന്താ നിങ്ങൾ മിണ്ടിയെന്ന് നോക്കിയപ്പോൾ അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുപോലെ അവൻ നമുക്കിടയിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞു എന്ന് പറയുക. ഇപ്പൊ ഗുവിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കാണുവേ, ഇവന്റെ പുറകെ നടക്കുന്ന ഷൂയി എന്ന് പറഞ്ഞൊരു പെണ്ണില്ലേ, അവളാണെങ്കിൽ ഞാനിവിടെ വാലണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുവാണ് ഇപ്പൊ, അതുപോലെ നിങ്ങൾക്ക് ലഞ്ചൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊടുക്കുക കേട്ടോ. അവന് ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും ഹീറോയിനെ കാണുക. ഹീറോയിനെ കണ്ടതും ഇന്ന് ഞാൻ നൈറ്റ് വീട്ടിൽ വരട്ടെ, ക്യുവാന് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തരാന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോ പെട്ടെന്ന് മുന്നോട്ട് വന്നിട്ട് നീ എന്തിനാ അവിടെയൊക്കെ വരുന്നത്, ക്യുവാനെ അറിയത്തില്ല, അതുപോലെ അവന്റെ അമ്മയുണ്ട് അവിടെ, അവരൊക്കെ ഉണ്ടാക്കി കൊടുത്തോളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനിപ്പോ എന്താ, അവന്റെ അമ്മയിലേ ഉള്ളൂ, അച്ഛനില്ലല്ലോ എന്ന് പറഞ്ഞ് ചുമ്മാ നമ്മുടെ ഷെന്നിനെ കളിയാക്കുക കേട്ടോ. ഞാൻ അവന്റെ അച്ഛന് തുറന്നപ്പോ പറയാനും പറ്റാത്ത സ്ഥിതിയില്ല, അത്രയും പേരില്ലേ. അന്ന് നൈറ്റ് തന്നെ ഗുവയാണെങ്കിൽ അവരെ വീട്ടിൽ വന്നിട്ട് ക്യുവാൻ ആണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ക്യുവാൻ ആണെങ്കിൽ അച്ഛന്ന് അവനെ നോക്കി വിളിക്കുന്ന കണ്ടത് ഷെന്നാണെങ്കിൽ അങ്ങനെയൊന്നും അയാളെ വിളിക്കാൻ പാടില്ല, അങ്കിൾ എന്നങ്ങനെ വിളിക്കുമോ എന്ന് പറയുമ്പോൾ ക്യുവാൻ ആണെങ്കിൽ അതൊന്നും കേൾക്കത്തില്ല, ഞാൻ അച്ഛൻ ഗുവാന്നേ വിളിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇതാണെങ്കിൽ ഷെന്നിന് തീരെ ഇഷ്ടാവുന്നില്ല. പോരാഞ്ഞിട്ട് നമ്മുടെ മിന്നി വരെ ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ഇപ്പൊ അമ്മയ്ക്കും മോനും ഇവനെ ഇഷ്ടം പറഞ്ഞിട്ട് നമ്മുടെ ഷെന്നിനാണെങ്കിൽ നല്ല ദേഷ്യം വരും കേട്ടോ. ഈ ഡോക്ടറിന്റെ മേല് അവരൊക്കെ പോയി കഴിഞ്ഞത് നേരെ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് നിനക്ക് ക്യുവാനെ പറ്റി അറിയില്ല, അവന്റെ ഫീലിങ്സിനെ പറ്റി അറിയില്ലേ, ഏതോ ഒരുത്തൻ എന്റെ മോൻ അങ്ങനെയൊക്കെ വിളിക്കുവാണ്, കണ്ടാമരൊക്കെ എന്തിനു നീ വീട്ടിൽ കയറ്റുന്നത്, നിനക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോവാം, അതിലെനിക്ക് യാതൊരു പ്രശ്നമില്ല, പക്ഷെ അതൊക്കെ വീടിന് പുറത്ത് അകത്തോട്ട് ആരും കൊണ്ടുവരാൻ പാടില്ലെന്ന് പറയുമ്പോഴത്തേക്കിനും ഇനി അപ്പൊ പറയാണ് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിട്ടില്ലേ കുവ എന്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്, അതുപോലെ തന്നെ ക്യുവാനെ ഒരുപാട് ഇഷ്ടം, കുഞ്ഞിന് മുതല് അവന് ട്രീറ്റ്മെന്റ് നോക്കുന്നത് ഇതേ ഡോക്ടറാണ്, അവനും വലിയ കാര്യമാണ് കുവേനെ. പിന്നെ നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലായിരുന്നു പരിചയമില്ലാത്തവരെയൊന്നും വീട്ടിൽ കയറ്റാൻ പാടില്ല, ക്യുവാൻ അതൊന്നും ഇഷ്ടപ്പെടുത്തില്ലെന്ന്. സത്യം പറഞ്ഞാൽ ക്യുവാന് ഡോക്ടറിന് നന്നായിട്ട് അറിയാം നിന്നെയാണ് പരിചയമില്ലാത്ത, അതുകൊണ്ട് നീയാണ് ഇവിടുന്ന് പുറത്തിറങ്ങണ്ടേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുമ്പോഴത്തേക്കിനും ക്യുവാൻ അങ്ങോട്ടേക്ക് വരുക. ഷെന്നാണെങ്കിൽ അപ്പത്തേക്കിനും മോനെ ഞങ്ങൾ അടിയൊന്നും കൂടുവല്ല കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കിനും ക്യുവാനും ഇന്നലെ നൈറ്റ് എൻ്റെ കൂടെ കഴിഞ്ഞ പോലെ അച്ഛൻ ഇന്നും ഞങ്ങളുടെ കൂടെ കിടക്കത്തില്ലേ എന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും അയ്യോ ഇന്നും അങ്ങനെയാ, ഇല്ലില്ല ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഷെന്നാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടുക കേട്ടോ. അതേമ്പോ ഹീറോയിൻ ആണെങ്കിൽ അവനെ ഒന്ന് മനസ്സ് മാറ്റാൻ നോക്കുക. ഇന്നലെ നൈറ്റ് നടന്നില്ലായിരുന്നോ കഥ പറയാന്നുള്ള പേരിൽ ഞാനും അവനും കൂടി നിന്റെ അടുത്ത് കടന്നത്, ഷെന്നെന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മുടെ കൂടെ അപ്പം ഉണ്ടായിരുന്നില്ല, ഇത് വേണം നിന്റെ മൈൻഡിൽ എപ്പോഴും ഇരിക്കാൻ, അതുപോലെ ഇനി മേലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കില്ലെന്ന് പറയും. ഇപ്പൊ അടുത്ത ദിവസം ഗൗമിനെയാണ് കാണിക്കുന്നത്. അവളാണ് ഒരിടത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ ജൂൺ ആണെങ്കിൽ അന്ന് പെണ്ണി പോയില്ലായിരുന്നോ, അതിൽ പിന്നെ ഒന്ന് കാണുകയോ ഫോൺ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അതിന്റെ വിഷമത്തിലായിട്ട് ആള്. അപ്പൊ നമ്മുടെ ഹീറോയിൻ ആണ് വന്നിട്ട് എന്തോ ഒരു വിഷമത്തിലാണല്ലോ, ഏതായാലും നിന്റെ വിഷമമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചത്, നമ്മൾ കുറെ നാളായിട്ട് ഒരു പ്രൊജക്ട് ചെയ്തോണ്ടില്ലായിരുന്നോ, അതിന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് ചോദിക്കാൻ വേണ്ടിട്ട് നമുക്ക് മാനേജറിന്റെ അടുത്ത് പോവാം, എന്തായാലും ഓക്കെ പറയാതിരിക്കില്ലെന്ന് വെക്കുമ്പോൾ ഗൗമിയാണെങ്കിൽ പിന്നെ നമ്മുടെ മാനേജറല്ലേ ഓക്കെ പറയാതെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് മാനേജറിന്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് രണ്ടുപേർക്കും പുതിയൊരു പ്രൊജക്ട് ഞാൻ തരാം, ഷിഫ ആണെങ്കിൽ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ഇനി എടുത്ത് നടത്തിക്കോന്ന് പറയുമ്പോഴത്തേക്കിനും മിൻഹ്യൂനാണെങ്കിൽ ദേഷ്യം വരിക. അതെന്തിനാ അവൻ പാതിക്ക് ഉപേക്ഷിച്ച പ്രൊജക്റ്റൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ പുതിയ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിന്റെ ഫണ്ട് തരണം എന്ന് പറയുമ്പോഴത്തേക്കിനും മാനേജറാണെങ്കിൽ നിങ്ങളോട് രണ്ടുപേരോട് ഞാൻ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം പറയാമല്ലോ, ഷിഫ ചെയ്ത പ്രൊജക്റ്റാണ് നല്ലത്, അതാണ് നമ്മുടെ കമ്പനിക്ക് ലാഭം കൂടുതൽ ഉണ്ടാക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നത് എന്തായാലും കമ്പനിക്ക് ലാഭം കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവന്റെ പ്രൊജക്റ്റ് എടുത്ത് ചെയ്യാൻ, നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റിൽ ലാഭം കിട്ടാത്തതുകൊണ്ട് കമ്പനിക്ക് തന്നെ അത് മോശപ്പേരാണ്, അഥവാ നിന്റെ പ്രൊജക്റ്റ് ചെയ്തേ പറ്റുള്ളെങ്കിൽ നിനക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും പോയി കണ്ടുപിടിച്ചോ, ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒറ്റ പൈസ തരത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കിനും മിനിയും ഓക്കെ കമ്പനിയിൽ നിന്ന് ഒരു പൈസ എനിക്ക് വേണ്ട, ഞാൻ വേറെ ഒരാൾ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ മാറിയിരിക്കുമ്പോഴത്തേക്കിനും ഗൗമി വന്നിട്ട് എന്താടി നീ അവിടെ പോയി പറഞ്ഞത്, നമുക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് വെക്കുമ്പോൾ അതിനെ ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത് പറയുമ്പോഴത്തേക്കിനും ഗൗമി എനിക്ക് പറ്റുന്നത് എനിക്കൊരു ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ഇല്ല ഇതൊരിക്കലും പറ്റില്ല ഞാൻ പോവില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ വേറെ ഐഡിയ ഒന്നും ഇല്ലല്ലോ, അപ്പൊ ഇത് തന്നെ നടന്നേ പറ്റുള്ളൂ, നീ പോയിട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ
അവളും ഓക്കെ എന്ന് പറയുക. ഇപ്പൊ അന്ന് നൈറ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ മിൻഹു ആണെങ്കിൽ മെസ്സേജ് അയക്കുക, ഷൻ നിങ്ങളിപ്പോ വർക്ക് ചെയ്യല്ലേ, നൈറ്റ് വീട്ടിൽ നേരത്തെ വരണേ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് രുചികരമായ ഭക്ഷണമൊക്കെ കാത്തിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇവളിങ്ങനൊന്നും മെസ്സേജ് അയക്കാത്തയാണല്ലോ. ഇപ്പൊ എന്തോ ഒരു പുതുമ. ഈ ഒരു ഡൗട്ടും കൊണ്ടാണ് അവൻ വീട്ടിലോട്ട് കയറി വരുന്നത് തന്നെ. അവളാണെങ്കിൽ അവിടെ എന്തൊക്കെയോ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഷൻ വരൂന്ന് പറഞ്ഞ് ഇരുത്തിയൊക്കെ കർച്ചീഫ് വരെ കൊടുക്കാൻ നിൽക്കുക. അതൊന്നും വേണ്ട, നിനക്ക് എന്താ പറ്റിയ വട്ടായ, അതുപോലെ തന്നെ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്താന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഇതൊക്കെ ഓസ്ട്രേലിയ ഫുഡ്സ് ആണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും, കഴിച്ചു നോക്കുന്ന പറയുമ്പോഴത്തേക്കിനും എനിക്ക് ഇപ്പൊ കാര്യം മനസ്സിലായി, ഇതിനകത്തൊക്കെ നീ വിഷം ചേർത്ത് വെച്ചേക്കല്ലേ, എന്നെ കൊല്ലാനല്ലേ പ്ലാൻ നോക്കിയപ്പോഴത്തേക്കിനും മിനിഹു ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ കഴിച്ചു കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ എടുത്ത് കഴിക്കുക കേട്ടോ. അവള് കഴിച്ചല്ല, ഇനിയിപ്പോ ധൈര്യത്തിൽ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെന്നാണെങ്കിൽ വായി വെച്ചത് മാത്രം ഓർമ്മയുള്ളൂ കേട്ടോ, അത് ഇറക്കാനും വയ്യ, തുപ്പാനും പറ്റാത്ത അവസ്ഥയിലാണ്. ഇത് കണ്ട് നമ്മുടെ മിനിഹു ആ ഒരു ഫുഡ് മാത്രമേ ചീത്തയായിട്ടുള്ളൂ, ബാക്കിയൊക്കെ കഴിച്ചു, അതൊക്കെ നല്ല ടേസ്റ്റാന്ന് പറയുമ്പോഴത്തേക്കിനും ഓക്കെ. ക്യുവാൻ എന്ത് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും അവൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലുള്ളത്, ഇന്ന് നമ്മൾ രണ്ടുപേരും മാത്രം ഇവിടെ നിന്ന് ഒരുമാതിരി ടൂണി പറയുമ്പോഴത്തേക്കിനും ഷെന്നാണെങ്കിൽ എൻ്റെ പൊന്നും മിൻഹു നിനക്ക് എന്താ വേണ്ട, അത് ഓപ്പൺ ആയിട്ടൊക്കെ പറയാന്ന് പറയുമ്പോൾ അവളുടെ പ്രൊജക്റ്റിന്റെ വിഷയം പറയുക. അവൾ പറയുന്ന മൊത്തം കേട്ടതിന് ശേഷം നിന്റെ ഈ പ്രൊജക്റ്റ് ഞാൻ ഓക്കെ പറഞ്ഞേനെ, പക്ഷെ ഒരാഴ്ച മുമ്പ് ഈ കാര്യം പറയേണ്ടായിരുന്നു. ചെങ്ങ് നിന്റെ ഇതേ പ്രൊജക്റ്റ് പോലെ ഒരെണ്ണം എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അതാണ് നിന്നെക്കാട്ടിലും നല്ലത്, ഞങ്ങൾക്ക് ലാഭം കൂടുതൽ കിട്ടും, ആ പ്രൊജക്റ്റിന് ഓക്കെ പറയാനാണ് ഞാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ നീ എന്തിനാ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് ഫണ്ട് ചോദിക്കുന്നത്, നിന്റെ കമ്പനിയിൽ നിന്ന് ആരും തരത്തില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഇല്ലെന്നേ, ആരും തരത്തില്ല, കാരണം ഈ പ്രൊജക്റ്റ് കുറച്ച് റിസ്ക് ഉള്ളതാ, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നത് പറയുമ്പോഴത്തേക്കിനും അപ്പോൾ റിസ്ക് ഉള്ളതൊക്കെ ഞാൻ ഏറ്റെടുക്കുന്നതാണെന്ന് നിന്റെ മനസ്സിൽ നോക്കുമ്പോൾ അവള് പറയുവാണേ, ഷൻ നിന്നെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, വർക്ക് എന്ന് വരുമ്പോൾ നീ നന്നായിട്ട് തന്നെ ചെയ്യും, അതുകൊണ്ട് എനിക്കൊരു ചാൻസ് താന്നൊക്കെ പറയുമ്പോൾ അവനാണെങ്കിൽ ചിരിക്കുക കേട്ടോ. അവള് കുറെ കെഞ്ചിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ എന്നാലിത് ഭയങ്കര റിസ്ക് ആണ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കിനും മിനിഹു ആണെങ്കിൽ ഒരു മിനിറ്റ്, ഇപ്പൊ നീ തീരുമാനം എടുക്കേണ്ട, ഒരു 14 ദിവസം എനിക്ക് ടൈം ഇതാ, ഞാൻ അത് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്ത് ഇതിൽ എത്രത്തോളം ലാഭം വരുത്തിക്കാന്ന് ഞാൻ നിനക്ക് പ്രൂവ് ചെയ്ത് തരാന്ന് പറയുമ്പോൾ അവന് ഓക്കെ പറയുക. ഇപ്പൊ അടുത്ത ദിവസം ഗുവയാണെങ്കിൽ മിൻഹുവിന് മെസ്സേജ് അയക്കുക, ഇന്ന് ലീവാണ്, നമുക്ക് രണ്ടുപേർക്കും പുറത്തൊക്കെ പോയാലെന്ന് വെക്കുമ്പോൾ അവളാണെങ്കിൽ ഇല്ല ഞാൻ ഇന്ന് ബിസി അതുകൊണ്ട് വരത്തില്ലെന്ന് പറയാട്ടോ. ആ സമയത്ത് ശുഷിയാണെങ്കിൽ മെസ്സേജ് അയക്കുക, ഗുവ നീ ഇപ്പൊ ഫ്രീ ആണെന്ന് എനിക്കറിയാം, കാരണം ഹോസ്പിറ്റലിൽ വന്ന് നോക്കിയപ്പോൾ നിന്നെ ഞാൻ കണ്ടില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ കൂടെ പുറത്ത് കറങ്ങാൻ വാന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ ഒന്നും വരുന്നില്ല എന്ന് പറയുക. എന്താണ് നീ വന്നേ പറ്റുള്ളൂ, പ്ലീസ് ടാ വാന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളെ ഗുവയാണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വിടുക. ആഹാ നീ എന്നെ ബ്ലോക്ക് ചെയ്തല്ലേ, ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കിനും അങ്ങനെയൊന്നും ഞാൻ പിന്മാറില്ല, നിന്നെ കൊണ്ടേ ഞാൻ പോത്തുള്ളൂ എന്ന് അവളൊരു തീരുമാനം എടുത്തിരിക്കുക. വീട്ടിൽ അതേസമയം ഷെന്നും ക്യുവാനാണെങ്കിൽ ഭയങ്കര കളിയിലാട്ടോ. ഒന്നാമത് നമ്മുടെ ഹീറോയിനില്ല, അതുകൊണ്ട് രണ്ടുപേരും വീട് തലകീഴാക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ആരോ കോളിംബെൽ അടിക്കുക, ആരെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഗുവയായിരിക്കും വന്നേക്കുന്നേ. നീ എന്തിനോട് വന്ന, എന്തായാലും നിന്നെ വീട്ടിലോട്ടൊന്നും കയറ്റിവിടത്തില്ല, ഞാൻ മര്യാദയ്ക്ക് പൊയ്ക്കെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കിനും ക്യുവാനാണെങ്കിൽ അവിടെ വന്നിട്ട് ഗുവേനെ ആണെങ്കിൽ അകത്തോട്ട് കയറ്റുവാട്ടോ. നീ എന്തിനാ വന്നേന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഇവന്റെ അമ്മയ്ക്ക് ആകെപ്പാടെ പേടിയാവുക, കാരണം നിന്നെപ്പോലെ ഒരാളുടെ കയ്യിലല്ല കൊച്ചിനെ ഏൽപ്പിച്ചേക്കുന്നത്, അതുകൊണ്ട് നിന്നെയും ക്യുവാനെയും നോക്കാനാ ഞാൻ ഇവിടെ വന്നേക്കുന്നതെന്ന് കള്ളം പറയുക. സത്യത്തിൽ നമ്മുടെ ഹീറോയിൻ ഇവനോട് ഇങ്ങോട്ട് വരാനേ പറഞ്ഞിട്ടില്ല, അവള് ബിസിയാന്ന് പറഞ്ഞതിനാണ് ഇങ്ങോട്ടൊക്കെ എഴുന്നള്ളിയത് കേട്ടോ. പക്ഷെ ഹീറോക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അതേപോലെ ക്യുവാന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു പിസ ഒക്കെ ആണെങ്കിൽ അവൻ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കിനും കൊച്ചൊരുമാതിരി ഇങ്ങനെ നിൽക്കുക, നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഗുവയാണെങ്കിൽ പറയുവാണേ, ക്യുവാന് പിസ അല്ല ഇഷ്ടം, ന്യൂഡിൽസ് ഇഷ്ടം, ഞാൻ അവന് ഉണ്ടാക്കി കൊടുത്തോളാന്ന് പറഞ്ഞിട്ട് അതൊക്കെയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഷെന്നിന് സങ്കടമാവുക കേട്ടോ. അതേസമയം നമ്മുടെ ഗൗമിയാണെങ്കിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കിനും ഇവിടെ ആരോ ഫോളോ ചെയ്യുക, ഇത് ഏതവനാടെ കുറെ നേരമായില്ലെന്ന് പറഞ്ഞിട്ട് ഇനി പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തുണ്ട്. അവൾ നേരെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യും കേട്ടോ. വന്നത് വേറെ ആരല്ല, ജൂണായിരിക്കും, നിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നേന്ന് പറയുമ്പോഴത്തേക്കിനും നീ എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്തെന്ന് വെക്കുമ്പോൾ ഞാൻ അന്ന് ചെയ്തതിന് സോറി ചോദിക്കാൻ പറ്റില്ലല്ലോ നേരിട്ട്, അതുകൊണ്ട് സോറി ചോദിക്കാനാണ് വന്നത്, ഇനി ഒരിക്കലും നിന്റെ പുറകെ ഞാൻ വരത്തില്ല, എല്ലാത്തിനും സോറി എന്നും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് തെറിച്ചുകൂടി പോവാട്ടോ. ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ ഗൗമിയാണെങ്കിൽ എടാ ഞാൻ പറയാൻ വന്നത് കേട്ടിട്ടെങ്കിലും നിനക്ക് പൊക്കൂടായിരുന്നോ എന്ന് മനസ്സിൽ വിചാരിക്കുക. ഷെന്നാണെങ്കിൽ ഇവിടെ ഗുവയുടെ അടുത്ത് ചോദിക്കുക, നിനക്ക് മിൻഹുവിനെ ഇഷ്ടമല്ലേന്ന് വെക്കുമ്പോഴത്തേക്കിനും അവനും ഇതൊക്കെ നീ അറിയുന്നേ, അതൊന്നും നീ അറിയേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോൾ അപ്പം നിനക്ക് അവളെ ഇഷ്ടമല്ലേന്ന് വെക്കുമ്പോഴത്തേക്കിനും അവൻ അതൊന്നും ആൻസർ പറയാതെ ഇങ്ങനെ ചോദിക്കുക, നീ സത്യത്തിൽ ഇവിടെ നിൽക്കുന്നത് ക്യുവാന് വേണ്ടി മാത്രമാണോ അത് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രം ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ സമ്മതിക്കുന്നില്ല കേട്ടോ. നീ വേറെ എന്തോ കാര്യം നേടാൻ ഇവിടെ നിൽക്കുന്നതെന്ന് എന്നെ പറഞ്ഞോടിക്കുക. അന്ന് നൈറ്റ് ഗുവ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴായിരിക്കും ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഷെന്നാണെങ്കിൽ അവളുടെ അടുത്ത് വന്നിട്ട്
എന്നെ നോക്കാൻ വേണ്ടിട്ട് ഒരു CCTV നീ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് മിൻഹ്യു പറയുമ്പോഴേ നമ്മുടെ ഷെന്നിന് കാര്യം മനസ്സിലായി. അപ്പൊ അവൻ ഇന്ന് ഇവിടേക്ക് വന്നത് നമ്മുടെ മിൻഹ്യു അറിയാതെയാണ്. പിന്നെ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. നീ എന്തിപ്പോ ചെയ്യുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കിനും ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു എന്റെ പ്രൊജക്ട് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് ഞാൻ നിന്നെ തെളിയിക്കാന്ന്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ഈ പ്രൊജക്ട് ഒന്നും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയലിന്റെ കയ്യിലിടുന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും എടാ അതെനിക്ക് താൻ ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവനാണെങ്കിൽ കൊടുക്കത്തില്ല കേട്ടോ. പിന്നെ അവന് ഇടിച്ച് തള്ളി ഉന്തി മറിച്ച് എങ്ങനെയൊക്കെ അവന്റെ കയ്യിൽ നിന്നതൊക്കെ വാങ്ങിച്ചോണ്ട് പോവുക. ഇവളുടെ കുഞ്ഞുക്കളിയൊക്കെ കാണുമ്പോൾ അവന് ചിരിയായിട്ടോ വരുന്നത്. അതേപോലെ രണ്ടുപേരാണെങ്കിൽ ഒരുമിച്ചിരുന്ന് ആ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവന് മനസ്സിലായ കാര്യങ്ങളൊക്കെ അവർക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവളാണെങ്കിൽ അവനെ തന്നെ നോക്കുക. അവന് ഇഷ്ടമായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഹീറോയിൻ ഓഫീസിലിരുന്ന് വർക്ക് തന്നെയാട്ടോ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുക. ഒരു ദിവസം നമ്മുടെ ക്യുവാൻ ആണെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ട് അമ്മ എപ്പോഴാണ് വരുന്നതെന്ന് നോക്കുമ്പോൾ ഇനി 2 ദിവസം കൂടിയുള്ള മോനെ ഞാൻ ദൈവം വന്നേക്കാന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ഷെന്നും പയ്യെ എത്തി വലിഞ്ഞ് നോക്കുവാണേ. അപ്പൊ ഷെന്നിന്റെ അടുത്ത് ഞാൻ ഇല്ലാത്ത ടൈമിൽ എന്റെ മോനെ നോക്കുന്നതിന് ടാൻസ് എന്ന് പറയുമ്പോൾ ഓ ടാൻസ് ഒന്നും വേണ്ട, ഇതെനിക്കൊരു ബുദ്ധിമുട്ടല്ലേ, എന്റെ കുഞ്ഞും കൂടെ അല്ലേ ഇവൻ, നീ കുറച്ച് നാളും കൂടി അവിടെ നിന്നോ, അത്രയും സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വീഡിയോ കോളൊക്കെ കട്ടാക്കി പോവുക. അങ്ങനെ 2 ദിവസം കഴിയാണ്. അങ്ങനെ ഇവർ പ്രൊജക്റ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ആക്കോട്ടോ. അതിന്റെ സന്തോഷത്തില് മിനിഹയും നമ്മുടെ ഗൗമിയും കൂടി ആണെങ്കിൽ പാർട്ടി ചെയ്യാൻ വേണ്ടി വന്നേക്കുക. അവളാണെങ്കിൽ ഒരുപാട് കുടിച്ച് അങ്ങ് ബോധം കെട്ട് വീടും കാണും. ഞാൻ ഗുബേനെ വിളിക്കട്ടെ എന്ന് ഗൗമി ചോദിക്കുമ്പോഴത്തേക്കിനും വേണ്ട നീ എന്നെ വീട്ടിലാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ പിന്നെ നിന്നെ ഒന്ന് പൊക്കിക്കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ ഗുബേനെ വിളിച്ചേക്കെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചു വരുത്തി അവളെ കൊണ്ടുപോകാൻ പറയുകയാണേ. അങ്ങനെ ഗുബയാണെങ്കിൽ ഇവളുടെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കിനും ഷെന്ന് കാണുക. പെട്ടെന്ന് അവിടെ ഹീറോയിനെ മേടിച്ചിട്ട് നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നോക്കുക. അത് പിന്നെ ഞാൻ മാത്രമല്ലേ ഇവളെ ഹെൽപ്പ് ചെയ്യാനുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തേ എന്ന് പറയുമ്പോൾ ഷെന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നെടുത്ത് അവൾക്ക് ഡൈലേഷൻ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ടാബ്ലറ്റ് കൊടുത്തിട്ട് കടത്തി ഉറക്കാൻ മതി. ഇത് ഗുവ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളെയും വെട്ടിക്കൊണ്ട് കടത്തുമ്പോഴത്തേക്കിന് ഇവളാണെങ്കിൽ എനിക്ക് വയറുവേദന എടുക്കുമെന്ന് പറയുക. അപ്പോഴായിരിക്കും ഗുവ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. പെട്ടെന്ന് അവളുടെ മെഡിസിൻ ഒക്കെ എടുത്ത് അവൾക്ക് കൊടുക്കാം കേട്ടോ. പക്ഷെ ഷെന്നിന് ഭയങ്കര വിഷമാവുക. കാരണം തന്നെക്കാളും ഗുവയ്ക്കാണ് തന്റെ മോനെ പറ്റിയും ഇവളെ പറ്റിയും നന്നായിട്ട് അറിയുന്നതെന്നും പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് എണീച്ചിട്ട് ഇവനിങ്ങനെ ഒരുമാതിരി നോക്കുക. ഇവനെ കാണുമ്പോൾ പണ്ട് ഇവർ പ്രേമിച്ച് കിടന്നില്ലായിരുന്നു, അതേപോലെയൊക്കെ നമ്മുടെ മിനിഹുവിന് തോന്നിയിട്ട് പെട്ടെന്ന് നമ്മുടെ ഷെന്നിനെയാണ് കിസ് ചെയ്യുവാണ്. ഇതൊട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഷെന്നാണെങ്കിൽ എന്തിപ്പോ ഇവിടെ ഉണ്ടായത് പറഞ്ഞിട്ട് ഷോക്കായിട്ട് വെക്കുക. പക്ഷെ ഹീറോയിൻ നാളെ കൂളായിട്ട് കടന്നുറങ്ങുവാണേ. അതോടെ എപ്പിസോഡ് കഴിയുക. അടുത്ത എപ്പിസോഡിട്ട് എത്ര പെട്ടെന്ന് വരാം. അതുവരെ ബൈ ബൈ.